Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ക്രീം ഓഫ് മഷ്റൂം സൂപ്പിന്റെ റെസിപ്പിയാണ്. ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റൽ ഡിഷാണ്. എന്തെങ്കിലും കൂടെ തന്നെ നമ്മൾ ഇന്ത്യക്കാർക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആണിത്. വളരെ സ്മൂത്ത് ആണ്, വളരെ ക്രീമിയാണ്, അതുമാതിരി തന്നെ നല്ല തിക്ക് ടെക്സ്ചർ ഉള്ള ഒരു അടിപൊളി സൂപ്പ് തന്നെയാണ്. ഇതൊരു വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കം തുടങ്ങി അവസാനം വരെ ഫുള്ള് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായി തന്നെ നമുക്ക് സ്റ്റൗ എടുത്ത് ഓണാക്കാം. അതിനുശേഷം നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം ഒരു 50 ഗ്രാം ബട്ടർ നമുക്ക് പാനിലേക്ക് ഇടാം. അതിന് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചതിന് ശേഷം നമുക്ക് ബട്ടർ മെൽറ്റ് ആകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് ഗാർലിക് ഇടാം. ഗാർലിക് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത 2 സവോള നമുക്ക് ഇതിലേക്ക് ഇടാം. അതിന് കൂടെ തന്നെ നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഓനിയൻ നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് കഴുകിയെടുത്തിരിക്കുന്ന 250 ഗ്രാം മഷ്റൂം ഇതിലേക്ക് ഇടാം. മഷ്റൂം ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ബട്ടൺ മഷ്റൂമാണ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഏത് മഷ്റൂം ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തതായി നമ്മളുടെ മഷ്റൂം നന്നായിട്ട് കുക്കാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ മഷ്റൂം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരമാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. കുക്കായ മഷ്റൂമിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് ഇടാം. അടുത്തതായി നമ്മൾ ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ മിൽക്കാണ്. ഇതിൽ നിന്നും നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ മഷ്റൂം ഇവിടെ നന്നായിട്ട് നമ്മൾ ഫൈനായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്ത സ്റ്റവിൻ്റെ ഫ്ലെയിം നമുക്ക് സിമ്മറിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ മൈദ നന്നായി കുക്കായതിന് ശേഷം അടുത്ത ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ മിൽക്ക് ബോയിൽ ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഒഴിച്ച മിൽക്ക് നന്നായി ബോയിലായി തുടങ്ങുമ്പോൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത മഷ്റൂം നമുക്ക് പാനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മളുടെ സീസണിങ് കറക്റ്റാണോ എന്ന് നോക്കാം. നമ്മളുടെ സോൾട്ടും പെപ്പർ പൗഡറും കറക്റ്റാണോ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് കാണാമെന്ന് വരും നമ്മളുടെ സൂപ്പ് നന്നായിട്ട് ബോയിലായി തിക്കായിട്ടുണ്ട്. അടുത്തായി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത കുറച്ച് പാർസലിയോ ഇല്ലാന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്ത മല്ലിയിലയോ ഇട്ടതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ സൂപ്പിനോടെ കഴിക്കാനായിട്ട് നമ്മൾ ചീസ് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ സൂപ്പ് നമുക്കൊരു ബോളിലേക്ക് ഒഴിക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്ത കുറച്ച് നമ്മളുടെ മഷ്റൂംസ്, അതുപോലെ നമുക്ക് ചോപ്പ് ചെയ്ത കുറച്ച് പാർസലി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില, അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് കുക്കിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ചോപ്പ് ചെയ്ത ടൊമാറ്റോ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മഷ്റൂം സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ മഷ്റൂം സൂപ്പ് ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, വളരെ ക്രീമിയാണ്, സ്മൂത്ത് ആണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾ കണ്ട മാതിരി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണിത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതിയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാനും വീഡിയോക്ക് ഒരു ലൈക്സ് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈസി വിത്ത് ഡിഫറെന്റ് വീഡിയോ. ബൈ.